അതിപ്പോൾ ഏത് കേസിലിപ്പോൾ അവരുടെ പക്ഷം വ്യക്തമായി, അവർ അതിജീവിതയ്ക്കൊപ്പമല്ല എന്ന് അവരുടെ പക്ഷം വ്യക്തമായി. ഞങ്ങൾ പറയുന്നത് ഇന്നാൾ കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ലെന്നൊന്നും സർക്കാർ പറയുന്നില്ല. കാരണം സർക്കാർ അന്വേഷണ സംവിധാനമാണ് അത് പറയേണ്ടത്. എന്നാൽ അവർ അന്വേഷണം നടത്തി പ്രതിയായാൽ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നീതിന്യായ സംവിധാനമാണ്. അപ്പോൾ വന്നിട്ടുള്ള വിധിയിൽ ആദ്യ ഭാഗം എല്ലാവരും സ്വാഗതം ചെയ്യുന്നതാണ്. ആകുമ്പോൾ നല്ല രീതിയിൽ അന്വേഷണം നടത്തി അവർ കുറ്റക്കാരാണ് എന്ന് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ്. എന്നാൽ മറ്റു ഭാഗത്ത് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെതിൽ ഞങ്ങൾ പ്രോസിക്യൂഷൻ അവരുടെ അഭിപ്രായം ഇതിന് അപ്പീൽ പോകണമെന്നുള്ളത് തന്നെയാണ്. ആ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. അപ്പോൾ തന്നെ ഒരു പക്ഷം അവർ സ്വീകരിച്ചിരുന്ന ആളാണ്. ഗവൺമെന്റിന് പിന്നെ വ്യക്തി എന്നുള്ളതല്ല അതിനകത്ത്. ഗവൺമെന്റ് തുടക്കത്തിൽ തന്നെ അതിജീവിതയ്ക്കൊപ്പമാണ്. അപ്പോൾ UDFന്റെ നിലപാട് സർക്കാർ അപ്പീൽ പോകേണ്ടതില്ല എന്നതാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഗവൺമെന്റ് അതിനകത്ത് ഒരു കുറ്റം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിന് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവർക്കെല്ലാം അതിനകത്ത് കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ആ കുറ്റം വന്നിട്ടുള്ളത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിധിയുടെ കോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സന്ദർഭത്തിൽ കോടതി പൂർണ്ണ വിധി വരുമ്പോൾ അത് പരിശോധിച്ചിട്ട് തുടർ നടപടി വേണം എന്നുള്ളതാണ്. ഞങ്ങൾ അതിനകത്ത് ഇന്നാളെന്നുള്ളതല്ല. ഒരു ഘട്ടത്തിലും സർക്കാർ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനോ അതിനകത്ത് ഇടപെടാനോ സമ്മർദ്ദം ചെലുത്താനോ തയ്യാറായിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ആർക്കും അഭിപ്രായം ഉണ്ടാവില്ല. പോലീസിന് പൂർണ്ണമായ സ്വതന്ത്രമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകി അവർ അന്വേഷിച്ചു. അവരാണ്, ഗവൺമെന്റ് അല്ലല്ലോ ഇത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നത്. അവരന്വേഷിച്ചു. അന്വേഷിച്ച സംബന്ധമായിട്ടുള്ള ഒരു കുറ്റപത്രത്തിലേക്ക് എത്തി. പ്രതികളെ അവർ കണ്ടെത്തി. ആ പ്രതികളെ കണ്ടെത്തി കഴിഞ്ഞാൽ അന്വേഷണത്തിന് ശക്തമായിട്ടുള്ള പ്രോസിക്യൂഷൻ സംവിധാനം ഒരുക്കുക എന്നതാണ് സർക്കാരിന്റെ സമീപനം. അതോടൊപ്പം തന്നെ ഈ സംഭവത്തെ തുടർന്ന് ഇത്തരം അതിവിപുലമായിട്ടുള്ള ജാഗ്രത സർക്കാർ കാണിച്ചു. ഹേമ കമ്മിറ്റിയുടെ ശുപാർശ അതാണ്. ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഓരോ ഷൂട്ടിംഗ് സൈറ്റിലും വേണം എന്ന് സർക്കാർ തീരുമാനമെടുക്കുകയും അത് പ്രായോഗികമാക്കാൻ തുടങ്ങിയതും ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ്. അപ്പോൾ അതിനെ തുടർന്നിട്ടുള്ള വലിയ മാറ്റം കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് അതിജീവിത അഭിപ്രായം കൂടി പരിഗണിച്ചിട്ട് ശക്തമായിട്ടുള്ള പ്രോസിക്യൂഷൻ ആളുകളെ ചുമതലപ്പെടുത്തി. അവരിൽ മാറ്റം വന്ന ഘട്ടത്തിലും എപ്പോഴൊക്കെയാണോ കോടതിയെ മേൽക്കോടതികളെയും ആ ഘട്ടത്തിലെല്ലാം സർക്കാർ അതിനോടൊപ്പം നിന്നു. ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കുറ്റപത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇപ്പോൾ വന്നിട്ടുള്ള വിധി സ്വാഗതാർഹമായ വിധിയാണ് ആദ്യ ഭാഗം എന്നുള്ളത്. കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് കുറ്റക്കാരെ എത്രയോ ആളുകൾ രക്ഷപ്പെട്ടു പോകും നമ്മുടെ നാട്ടിൽ. എന്നാൽ അത് വളരെ സമർത്ഥമായി തന്നെ അന്വേഷണ സംഘത്തിന് കുറ്റവാളികളെ ശരിയായ രൂപത്തിൽ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് അവർക്കെല്ലാം ശിക്ഷ, അവർ കുറ്റക്കാരാണ് എന്നിപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഗൂഢാലോചന സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അപ്പീലിന് പോകേണ്ടതാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായി മാധ്യമങ്ങളിൽ കണ്ടത് സർക്കാർ എന്തായാലും അപ്പീലിന് പോകണമല്ലോ, ഞാൻ പറയാതെ തന്നെ അവർ പോകും, അതാണല്ലോ. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഇന്നലത്തെ പ്രതികരണമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇന്നിപ്പോൾ UDF കൺവീനർ പറഞ്ഞിട്ടുള്ളതായിരിക്കും UDFന്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട്. ഗവൺമെന്റ് നിലപാട് ഇപ്പോൾ വ്യക്തമാക്കി. ഇനി വിധി പൂർണ്ണമായി വന്നതിന് ശേഷമാണ് ഏതെല്ലാം തരത്തിലാണ് കോടതിയെ സമീപിക്കാൻ കഴിയുക. അത് ഇന്ന വ്യക്തി എന്ന് ഞങ്ങൾ കാണുന്നില്ല. ഇന്ന വ്യക്തി കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ലെന്നോ സർക്കാർ പറയുന്നില്ല. സർക്കാർ അന്വേഷണ സംഘത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകി. അവർ അന്വേഷണം പൂർത്തീകരിച്ചു, റിപ്പോർട്ട് നൽകി. അതേപോലെ തന്നെ അതിജീവിതയുടെ കൂടെ ആവശ്യം പരിഗണിച്ച് പ്രോസിക്യൂഷൻ ആളുകളെ ചുമതലപ്പെടുത്തി. കോടതിയുടെ വിധി വന്നിരിക്കുന്നു. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ അപ്പീൽ പോവുക എന്നത് തന്നെയാണ് സാധാരണ സ്വീകരിക്കേണ്ടത്. ആ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞു. അത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സർക്കാർ എന്തായാലും പോവുമല്ലോ, ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ അവർ പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ പ്രത്യേകം ആവശ്യപ്പെടേണ്ടതില്ലല്ലോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്. എന്നാൽ ഇന്ന് ഇപ്പോൾ ഈ പ്രതികരണം ഞാൻ കേട്ടില്ല. അതിപ്പോൾ ഏത് കേസിലിപ്പോൾ അവരുടെ പക്ഷം വ്യക്തമായി, അവർ അതിജീവിതയ്ക്കൊപ്പമല്ല എന്ന് അവരുടെ പക്ഷം വ്യക്തമായി. ഞങ്ങൾ പറയുന്നത് ഇന്നാൾ കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ലെന്നൊന്നും സർക്കാർ പറയുന്നില്ല. കാരണം സർക്കാർ അന്വേഷണ സംവിധാനമാണ് അത് പറയേണ്ടത്. എന്നാൽ അവർ അന്വേഷണം നടത്തി പ്രതിയായാൽ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നീതിന്യായ സംവിധാനമാണ്. അപ്പോൾ വന്നിട്ടുള്ള വിധിയിൽ ആദ്യ ഭാഗം എല്ലാവരും സ്വാഗതം ചെയ്യുന്നതാണ്. ആകുമ്പോൾ നല്ല രീതിയിൽ അന്വേഷണം നടത്തി അവർ കുറ്റക്കാരാണ് എന്ന് സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ്. എന്നാൽ മറ്റു ഭാഗത്ത് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിൻ്റെതിൽ ഞങ്ങൾ പ്രോസിക്യൂഷൻ അവരുടെ അഭിപ്രായം ഇതിന് അപ്പീൽ പോകണമെന്നുള്ളത് തന്നെയാണ്. ആ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്.